നമസ്കാരം. വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തീർത്ഥാടകരെ പാപ്പ നേരിട്ട് കണ്ടു. പാപ്പയുടെ ദൃശ്യ സാന്നിധ്യം മഹാമാരിയിൽ പ്രചോദനമായെന്ന് നഴ്സുമാർ. ഇതാ ഞാൻ എന്ന് പറഞ്ഞ് 29 വൈദികർ ഭൂമിയുടെ വിവിധ കോണുകളിലേക്ക്. ദൃശ്യങ്ങളിൽ നിന്ന് വിശ്വാസികളെ മുഖാമുഖം കണ്ടപ്പോൾ പാപ്പയുടെ മുഖത്ത് സന്തോഷം വിടർന്നു. മഹാമാരി നമ്മയെല്ലാം എത്രത്തോളം പരസ്പര ആശ്രയമുള്ളവരാക്കി മാറ്റിയിരിക്കുന്നുവെന്നും ഇതിന്റെ സാമൂഹ്യ തിന്മകൾ എന്തൊക്കെയാണെന്നും പാപ്പ വിവരിച്ചു. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തീർത്ഥാടകരെ പാപ്പ നേരിട്ട് കണ്ടു. മാസ്ക് ധരിച്ചെത്തിയ അവരെ പാപ്പ അഭിവാദ്യം ചെയ്തു. മഹാമാരി കവർന്ന സമയത്തിന്റെ നഷ്ടപരിഹാരത്തിന് പാപ്പ വേണ്ടത്ര ശ്രമിച്ചിരുന്നു. അതിലെ ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങളിലൊന്ന് ലെബനോണിന്റെ പതാകയ്ക്ക് മുന്നിൽ നിന്ന് അല്പനേരം പ്രാർത്ഥിച്ചതും അതിനെ ചുംബിച്ചതുമാണ്. നിരവധി മാസങ്ങൾക്ക് ശേഷം സ്ക്രീൻ മുഖേന മാത്രം കണ്ടിരുന്നതിന് പകരം നാം ഇപ്പോൾ മുഖാമുഖം കാണുന്നു. ഇത് അതിശയകരമായിരിക്കുന്നു. മഹാമാരി അനന്തര ലോകത്തിന്റെ രോഗലക്ഷണങ്ങൾ പാപ്പ വിവരിച്ചു. നാം എല്ലാവരും പരസ്പര ആശ്രയത്വമുള്ളവരാണെന്ന് ഈ മാസങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഐക്യദാർഢ്യം മുമ്പത്തേക്കാളും ആവശ്യമായിരിക്കുന്നത്. പൊതുകൂടിക്കാഴ്ച അവസാനിപ്പിച്ചുകൊണ്ട് തീർത്ഥാടകരോട് നിശബ്ദമായി ലെബനോണിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പാപ്പ അഭ്യർത്ഥിച്ചു. ഡസൻ കണക്കിന് മനുഷ്യർ മരിക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് അംഗഭംഗം വരികയും വ്യാപകമായി വസ്തുനാശം സംഭവിക്കുകയും ചെയ്ത ബെയ്റൂട്ട് സ്ഫോടനം 1 മാസം മുമ്പാണ് നടന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ സർവ്വതും നാശകൂമ്പാരമായി. ഓഗസ്റ്റ് 4-ന് ലെബനീസ് തലസ്ഥാനത്തെ തുറമുഖ പ്രദേശത്തുണ്ടായ സ്ഫോടനം ബെയ്റൂട്ട് നഗരത്തിന്റെ പകുതിയോളം നശിപ്പിച്ചു. 170 പേർ മരിച്ചു. 7000 പേർക്ക് പരിക്കേറ്റു. അവരിൽ നൂറുകണക്കിന് ആളുകൾ അംഗഭംഗം വന്നവരായി. കണ്ണടച്ചു തുറക്കും മുമ്പ് 3 ലക്ഷം പേർ ഭവനരഹിതരായി. കൊറോണ വൈറസ് കഠിനമായി ആക്രമിച്ച രാജ്യത്തിലാണിത് സംഭവിച്ചത്. ഇതിനകം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന രാജ്യം മധ്യപൂർവ്വ ദേശത്തെ 15 ലക്ഷത്തോളം സിറിയൻ ഇറാഖി അഭയാർത്ഥികൾക്ക് മേൽ ഈ ദുരന്തം കൂടുതൽ സമ്മർദ്ദമായി മാറി. രാജ്യത്ത് വിതരണം ചെയ്യാൻ വെച്ചിരുന്ന നൂറുകണക്കിന് ടൺ ധാന്യങ്ങളും ഇതിൽ പൊടിയായി മാറി. സ്ഥിതിഗതികൾ താങ്ങാവുന്നതിലപ്പുറമാണ്. ഒട്ടേറെ ലെബനീസ് ജനത, അവരിൽ ക്രിസ്ത്യാനികളും ഉൾപ്പെടും, രാജ്യം വിടാൻ തയ്യാറാകുന്നു. ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാപ്പ ആദ്യ ധനസഹായമായ $2,96,000 അയച്ചു. രാജ്യത്തെക്കുറിച്ചുള്ള പാപ്പയുടെ ഉത്കണ്ഠ മൂലം ലെബനോണിനു വേണ്ടി ഏകദിന ഉപവാസവും പ്രാർത്ഥനയും നടത്താൻ ലോകമെങ്ങുമുള്ളവരോട് പാപ്പ അഭ്യർത്ഥിച്ചു. പൊതുകൂടിക്കാഴ്ചയിലായിരുന്നു ഈ അഭ്യർത്ഥന. ലെബനോണിനു വേണ്ടി സാർവദേശീയമായി 1 ദിവസം ഉപവാസവും പ്രാർത്ഥനയും നടത്താൻ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. മരോണൈറ്റ് വൈദികനായ ഫാദർ ജോർജസ് ബ്രേഡി പറയുന്നു. ഞാനാകെ വികാരഭരിതനായി. എന്റെ ഹൃദയത്തിലെ നോവ് പരിശുദ്ധ പിതാവിനോട് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. അതായത്, എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇനിയും ഇങ്ങനെ ജീവിക്കാനാവില്ല. ഞങ്ങൾക്ക് സാർവദേശീയ സഹായം വേണം, എല്ലാറ്റിലുമുപരി സഭയിൽ നിന്നും. എനിക്ക് തോന്നുന്നു ഞാനായിരുന്നില്ല ലെബനോണിന്റെ പ്രതിനിധി, അത് പാപ്പയായിരുന്നു. പാപ്പയുടേതായിരുന്നു എല്ലാ ലെബനീസ് ജനതയുടെയും ശബ്ദം. ഒരുപാട് ക്രിസ്ത്യാനികൾ രാജ്യം വിടാൻ ഇതിനകം അവരുടെ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞു. അതെടുത്തു പറയേണ്ട കാര്യമാണ്. ഫ്രാൻസിസ് പാപ്പയോടൊപ്പം പൊതുകൂടിക്കാഴ്ചയിൽ അനുധാവനം ചെയ്തത് ഫാദർ ജോർജസ് ബ്രേഡിയാണ്. ലെബനീസ് പതാക വഹിച്ചെത്തിയ വൈദികനോട് തന്നോടൊപ്പം ചേരാൻ പാപ്പ പറയുകയായിരുന്നു. പാപ്പയുടെ ഈ സ്നേഹപ്രകടനം വിവരിക്കാൻ വാക്കുകളില്ലെന്ന് വൈദികൻ പറഞ്ഞു. ഇത് ലെബനോൺ ജനതയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. പരിശുദ്ധ പിതാവ് കത്തോലിക്ക സഭയുടെ നേതാവ് എന്ന നിലയിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. പിതാവിന്റെ ആഴമേറിയ വികാരത്തെക്കുറിച്ച്. അത് ലെബനോണിൽ ഞങ്ങൾ എല്ലാവരിലും എത്തുന്നു. പാപ്പയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുവാൻ മാത്രമേ ഞങ്ങൾക്കാവൂ. അത് കഴിഞ്ഞ് ഫാദർ ബ്രേഡി നിന്നു. ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ലെബനോണിലെ സ്ഥിതി വിവരിക്കാൻ ക്ഷണിച്ചു. രാജ്യത്തിനു വേണ്ടി നിശബ്ദ പ്രാർത്ഥനയിൽ തന്നോടൊപ്പം ചേരാനും പാപ്പ പറഞ്ഞു. ഇതിനകം അസ്വസ്ഥജനകമായ മധ്യകിഴക്കൻ ദേശത്ത് അല്പമെങ്കിലും ശാന്തി കൊണ്ടുവരാൻ ലെബനോണിന്റെ സുസ്ഥിരത നിർണായകമാണ്. ലളിതമായ ആ മനുഷ്യനെ TV സ്ക്രീനിൽ കാണുമ്പോൾ തങ്ങൾക്ക് ആശ്വാസം തോന്നിയെന്നും അതൊരു പ്രചോദനമായെന്നും ആ 4 നേഴ്സ് സഹോദരിമാർ വിവരിക്കുന്നു. കൺമുമ്പിൽ ഇനി ഒരിക്കലും തുറക്കപ്പെടാതെ പോയ കണ്ണുകളെ അവർ ഓർക്കുന്നു.
സഹോദരങ്ങളായ 4 ഇറ്റാലിയൻ നഴ്സുമാർ മഹാമാരിയുടെ കാലത്തെ ഏറ്റവും കാഠിന്യമേറിയ നിമിഷങ്ങളുടെ ഓർമ്മയ്ക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 2 സ്മാരകങ്ങൾ സമർപ്പിച്ചു. അവരുടെ തൊഴിൽ വസ്ത്രങ്ങളും കണ്ണീർ ചെപ്പും. നഴ്സ് റഫേലോ മൗട്ടോൺ പറയുന്നു, Abbiamo raccolto le lettere dei pazienti. മഹാമാരിയുടെ അനുഭവങ്ങളെ ഓർത്തെടുക്കുന്ന രോഗികളുടെയും ആരോഗ്യ ശുശ്രൂഷ പ്രവർത്തകരുടെയും കത്തുകൾ ഞങ്ങൾ ശേഖരിച്ചു. ഇതവരുടെ കണ്ണീരിനെ പ്രതിനിധീകരിക്കുന്നു. നഴ്സുമാരുടെ യൂണിഫോം അവരുടെ ജീവനോടുള്ള സ്നേഹത്തെയും പ്രതിനിധീകരിക്കുന്നു. ജീവനോടുള്ള സ്നേഹം വൈറസിനേക്കാൾ വേഗം പടരുന്നതാണ്. ഞങ്ങൾ പാപ്പയോട് ഒരു അഭിമുഖം തരുമോ എന്ന് ചോദിച്ചെഴുതി. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ സന്തോഷമാണെന്ന് പറഞ്ഞ് മറുപടി കിട്ടി. മരിയ മൗട്ടോൺ പറയുന്നു, പാപ്പ നഴ്സുമാരോടും ആരോഗ്യ ശുശ്രൂഷകരോടുമുള്ള തന്റെ സാമീപ്യം അറിയിച്ചു. അവരുടെ വേദന മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. രോഗികളോട് നേരിട്ട് ബന്ധപ്പെടുന്നത് നഴ്സുമാരായതുകൊണ്ട് അവരെപ്പോഴും മധ്യസ്ഥരായി പ്രവർത്തിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പാപ്പയുടെ സ്നേഹപ്രകടനം ഒരു പ്രതീകമാണെന്ന് ഈ സഹോദരിമാർ കരുതുന്നു. കഠിനമേറിയ ഈ നിമിഷങ്ങളിൽ സ്വയം സമർപ്പിക്കുന്ന നഴ്സുമാരോടും ആരോഗ്യ പ്രവർത്തകരോടും പരമാചാര്യൻ കാണിക്കുന്ന സാമീപ്യമാണത്. വലേറിയ മൗട്ടോൺ പറയുന്നു, വളരെ ആവേശം നൽകുന്ന കൂടിക്കാഴ്ചയായിരുന്നു ഇത്. മഹാമാരിയിലുടനീളം ഞങ്ങൾക്ക് പാപ്പയുടെ സാന്നിധ്യം അനുഭവവേദ്യമായിരുന്നു. ദൈവം അടുത്തുള്ളതുപോലെ തോന്നി. പാപ്പയുടെ സന്ദേശങ്ങൾ ആ സാമീപ്യം അറിയിച്ചു. ടിവിയിൽ വളരെ ലളിതമായ ആ മനുഷ്യനെ കാണുമ്പോൾ ഞങ്ങളുടെ ആകാംക്ഷകൾക്ക് അയവ് വന്നു. കൊറോണ വൈറസ് രോഗികളെ ചികിത്സിക്കാൻ സ്വയം സന്നദ്ധത പ്രകടിപ്പിച്ച ആളാണ് വലേറിയോ. പ്രൊഫഷണൽ കാഴ്ചപ്പാടിൽ ആദ്യ ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. മാനസികമായും വൈകാരികമായും നോക്കുമ്പോൾ അതിലേറെ വൈഷമ്യമുണ്ടായി. കാരണം വളരെ ആരോഗ്യമുണ്ടായിരുന്നവർ പൊടുന്നനെ രോഗികളാവുകയായിരുന്നു. തങ്ങൾ അവരോട് പറയും, നിങ്ങൾക്കുടനെ അന്നനാളത്തിലേക്ക് കൃത്രിമ ശ്വാസം നൽകേണ്ടതുണ്ട്. അതിനാൽ ഭാര്യയെയോ മക്കളെയോ വിളിക്കാൻ പറയും. ചിലർ കരഞ്ഞുകൊണ്ട് വിളിക്കും. ദൗർഭാഗ്യമായിരിക്കാം, പലരും വിളിക്കാൻ മടിക്കും. ഒരുപാട് പേരും പിന്നീട് ഒരിക്കലും ഉണർന്നില്ല. ഇറ്റലിയിലെ സ്ഥിതിഗതികൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ മരണം ചൈനയിലേതിനേക്കാൾ കൂടിയതായപ്പോൾ അവർക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു. പുതിയ ബെൽജിയൻ അംബാസഡർ പാട്രിക് റൊണാൾഡ് പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ച് തന്റെ ക്രെഡൻഷ്യലുകൾ കൈമാറി. ഭാര്യയും മകനും ഏതാനും എംബസി ഉദ്യോഗസ്ഥർക്കുമൊപ്പമാണ് അദ്ദേഹം പാപ്പയെ സന്ദർശിച്ചത്. ബെൽജിയം രാജകീയ കൊട്ടാരത്തിൽ വാർത്താവിതരണ ഡയറക്ടറായിരുന്ന പാട്രിക് റൊണാൾഡ് സുദീർഘമായ നയതന്ത്ര പാരമ്പര്യമുള്ള വ്യക്തിയാണ്. പാപ്പയുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ഇറ്റാലിയനിലോ ഫ്രഞ്ചിലോ സംസാരിക്കാമെന്ന് റൊണാൾഡ് നിർദ്ദേശിച്ചു. ഇങ്ങനെയായിരുന്നു പാപ്പയുടെ പ്രതികരണം, താങ്കൾക്ക് ഏതാണോ സൗകര്യപ്രദം അങ്ങനെയാകാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പ്രക്രിയ എന്താണെന്ന് പാപ്പ തന്നെ സന്ദർശിച്ച് ഫ്രഞ്ച് അൽമായരായ പരിസ്ഥിതി സംഘത്തോട് വിവരിച്ചു. പരിസ്ഥിതിയോട് പ്രതിജ്ഞാബദ്ധമായ ഈ സംഘത്തോട് സംസാരിക്കവേ തന്റെ പരിസ്ഥിതി പരിവർത്തനം 2006 അപ്പാരസിഡയിൽ വെച്ചാണ് തുടങ്ങിയതെന്ന് പാപ്പ പറഞ്ഞു. ലാറ്റിൻ അമേരിക്കൻ എപ്പിസ്കോപ്പലേറ്റ് കോൺഫറൻസിന്റെ 5ാമത് സമ്മേളനത്തിൽ അന്നത്തെ കർദിനാളായിരുന്ന ബെർഗോഗ്ലിയോ പങ്കെടുക്കുകയായിരുന്നു. ഞാൻ പറയും, ഈ ബ്രസീലുകാർ ആമസോൺ വിഷയങ്ങളിൽ എത്രത്തോളം അസഹ്യരാണ്. സുവിശേഷവൽക്കരണവുമായി ആമസോണിൽ എന്ത് കാര്യം? 2006 ഞാൻ അങ്ങനെയായിരുന്നു. 2015 ലൗദാത്തോ സി പ്രസിദ്ധീകരിച്ചു. ഞാനൊരു പരിവർത്തനത്തിന്റെ പാതയിലൂടെ അങ്ങനെ കടന്നുപോയി. പ്രകൃതിയുടെ ഗുണഭോക്താക്കളാകണമെങ്കിൽ മനുഷ്യർ അതിന്റെ ഉടമസ്ഥരായല്ല മേൽനോട്ടക്കാരായി മാറണമെന്ന് പാപ്പ പറഞ്ഞു. താൻ സംസാരിക്കുന്ന പരിസ്ഥിതി സമഗ്രമായ ഒന്നാണെന്ന് പാപ്പ ആവർത്തിച്ചു. അത് പരിസ്ഥിതിയെയും മനുഷ്യരാശിയെയും ഒരുപോലെ കരുതുന്നു. ഒരാൾക്ക് സഹിക്കേണ്ടി വന്നാൽ മറ്റേയാളും ആ സഹനം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രായാധിക്യം വന്നവർക്ക് സമൂഹത്തിലുള്ള പങ്ക് എത്രയാണെന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒരുപാട് കാര്യങ്ങൾ നൽകാനാകും. നല്ല വീഞ്ഞു പോലെയാണവർ. പഴകിയ വീഞ്ഞ് കൂടുതൽ മെച്ചമായിരിക്കും. നിങ്ങൾ ഫ്രഞ്ചുകാർക്ക് അത് നന്നായി അറിയാം. Le bon vin, plus il est vieux, plus il est bon. Voi francesi conoscete queste cose, no? ചാക്രലേഖനമായ ലൗദാത്തോ-സിയിലെ തത്വങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഫ്രഞ്ച് ബിഷപ്സ് കോൺഫറൻസുമായി സഹകരിക്കുന്ന അൽമായ സംഘമാണ് പാപ്പയെ സന്ദർശിച്ചത്. അവരിൽ പ്രശസ്ത ഫ്രഞ്ച് നടി ജൂലിയറ്റെ ബിനോഷയും ഉൾപ്പെട്ടിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള പാപ്പ തന്റെ സഹോദരന്റെ നിര്യാണത്തിൽ ആശ്വാസം പകർന്നവർക്ക് എഴുതിയ ഹൃദയസ്പർശിയായ കത്ത് പുറത്തിറങ്ങി. ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പാപ്പയായി ബെനഡിക്ട് 16 മാറി.
തന്റെ സഹോദരന്റെ നിര്യാണത്തിൽ ദുഃഖമറിയിച്ചുകൊണ്ട് സ്നേഹപ്രകടനം നടത്തിയ എല്ലാവർക്കും ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്ന തുറന്ന കത്ത് എമിരിറ്റസ് പാപ്പ പുറപ്പെടുവിച്ചു. ജൂലൈ 1 പാപ്പയുടെ സഹോദരൻ അന്തരിച്ചത്. ഇത്രയധികം പിന്തുണ അറിയിക്കുന്ന കത്തുകൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് അങ്ങേയറ്റം വികാരഭരിതനാക്കി. ഓരോരുത്തർക്കും വ്യക്തിപരമായി കത്തയക്കാൻ കഴിയാത്തതിൽ പാപ്പ തന്റെ പരിമിതി അറിയിക്കുകയും ചെയ്തു. സഹോദരന്റെ നിര്യാണത്തിന് ശേഷം ഇതാദ്യമായാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന പരമാചാര്യൻ പരസ്യമായി പ്രതികരിക്കുന്നത്. 93കാരനായ പാപ്പ സെപ്റ്റംബർ 4 ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന മാർപ്പാപ്പയായി. 93 വർഷവും 4 മാസവും 3 ദിവസവും ജീവിച്ചിരുന്ന ലിയോ 13 പാപ്പയുടെ റെക്കോർഡാണ് ബെനഡിക്ട് 16 പാപ്പ മറികടന്നത്. ഇറ്റാലിയൻ മാസികയായ ഫാമിലിയ ക്രിസ്ത്യാന കണക്ക് കൂട്ടിയതാണിത്. ഏറ്റവും ചെറുപ്പക്കാരനായ പാപ്പ ആരാണെന്ന റെക്കോർഡ് ഇനിയും കണ്ടെത്താനായിട്ടില്ല. 10-11 നൂറ്റാണ്ടുകളിലായിരുന്ന 3 പരമാചാര്യന്മാർ ഇവരിൽപ്പെടും. ജോൺ 11, ജോൺ 12, ബെനഡിക്ട് 9. ബെലാറസ് സംഘർഷങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചുഴലിയിൽപ്പെട്ടിരിക്കെ പ്രതിഷേധാഗ്നി കെടുത്താൻ ശ്രമിക്കുന്ന മിൻസ്ക് ആർച്ച് ബിഷപ്പ് അതിർത്തിയിൽ തടയപ്പെട്ടു. എന്തിനാണ് തന്നെ തടഞ്ഞതെന്ന് പോലും വിശദീകരിക്കാൻ അധികൃതർ വിസമ്മതിക്കുന്നു. പോളണ്ടിലേക്ക് യാത്ര ചെയ്തതിനു ശേഷം ബെലാറസിലേക്ക് മടങ്ങി വരികയായിരുന്നു മിൻസ്ക് ആർച്ച് ബിഷപ്പ് തദേവോസ് ക്രോന്തിസ്യൂവിക്സിനെ അധികാരികൾ അതിർത്തിയിൽ തടഞ്ഞു. ആർച്ച് ബിഷപ്പ് അത് വിവരിക്കുന്നു. എന്താണ് കാരണമെന്ന് ആരാഞ്ഞതിന് ഒരു പരാമർശവുമില്ലെന്നായിരുന്നു അവരുടെ മറുപടി. ബെലാറസിൽ ഈയിടെ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിഷേധങ്ങളുടെ തരംഗം പ്രകടമായിരുന്നു. 26 വർഷമായി അധികാരത്തിലുള്ള പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഉയർന്നു. ഓഗസ്റ്റ് 16 യാമപ്രാർത്ഥനയിൽ ഇവിടെ സമാധാനപരമായ ചർച്ചയും അക്രമം നിർത്തിവെക്കലും ആവശ്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ ഞാൻ സൂക്ഷ്മമായി പിന്തുടരുകയാണ്. അക്രമം വെടിയാനും സമാധാനപരമായ ചർച്ച നടത്താനും നീതിയും നിയമവും മാനിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. തർക്കവിഷയം സമാധാനപരമായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഇരുവിഭാഗത്തോടും അഭ്യർത്ഥിച്ചിരുന്ന ആർച്ച് ബിഷപ്പ് തദേവൂസ് ആണ് ഇപ്പോൾ തടയപ്പെട്ടത്. താൻ ബലോറേഷ്യൻ അതിർത്തി അധികാരികളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണെന്നും ഐക്യദാർഢ്യത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്ഷമയിലൂടെയും മാത്രമേ രാജ്യത്തെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാകൂ എന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഇതാ ഞാൻ കർത്താവേ. വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഏറ്റുപറഞ്ഞ ആ വാചകം ദൈവം പരമേൽപ്പിക്കുന്ന മിഷൻ ജീവിതാന്ത്യം വരെ നിർവഹിക്കാനുള്ള ഏറ്റുചൊല്ലലാണ്. ആ 29 വൈദികർ അഭിഷിക്തരാകുന്ന ചടങ്ങിൽ പലരുടെയും മാതാപിതാക്കൾക്ക് പോലും എത്താനായില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 29 ഒപ്പുസ് ദെയി വൈദികരെ റോമ ബെസിലിക്കയിൽ കർദിനാൾ പിയത്രോ പരോളിൻ അഭിഷിക്തരാക്കി. അവർക്ക് അപ്പസ്തോലിക അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശംസ സന്ദേശം അവിടെ വായിച്ചു. പുതിയ വൈദികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അപ്പസ്തോലിക അനുഗ്രഹം ചൊരിയുന്നതായി അവരെ അറിയിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. പാരമ്പര്യമനുസരിച്ച് അവരുടെ സെമിനാരി റെക്ടർ ഓരോരുത്തരുടെയും പേര് വിളിച്ചപ്പോൾ ഇവിടെ ഞാൻ എന്നർത്ഥം വരുന്ന അഡ്സം എന്ന ലാറ്റിൻ വാക്കിൽ പ്രത്യുത്തരം ചെയ്തു. ഇതേക്കുറിച്ച് കർദിനാൾ പിയത്രോ പരോളിൻ പറഞ്ഞു, നിങ്ങളുടെ അഡ്സം എന്ന ഉത്തരം എന്നെ ചലിപ്പിച്ചു. ഇവിടെ ഞാൻ, എന്നാൽ വെറും ശാരീരിക സാന്നിധ്യമല്ല. കർത്താവെ, നിനക്കെന്നെ കണക്ക് കൂട്ടാം. എന്റെ മൊത്തം ജീവിതം നീ ഭരമേൽപ്പിക്കുന്ന മിഷനു വേണ്ടി ഞാൻ വിനിയോഗിക്കുമെന്നാണ് ഇതിനർത്ഥം. വിനയത്തിന്റെ അടയാളമായി അവർ നിലത്ത് കമിഴ്ന്നു കിടക്കുമ്പോൾ ഭാവി വൈദികർക്ക് വേണ്ടി അവരുടെ വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിച്ചു. പിന്നീട് അവർ ഓരോരുത്തരായി കർദിനാളിന്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്കായി അണിനിരന്നു. തുടർന്നായിരുന്നു അഭിഷേക പ്രാർത്ഥന. ആ നിമിഷം മുതൽ അവർ വൈദികരായി. തുടർന്ന് അവർ ദിവ്യബലി വസ്ത്രമണിഞ്ഞു. അവരുടെ പ്രഥമ ദിവ്യബലി അർപ്പണമായിരുന്നു അത്. പുതിയ വൈദികർക്ക് ദൈവിക ഭക്തിയിൽ ഭാഗഭാക്കായതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒപ്പുസ് ദെയി പ്രിലേറ്റ് ഫെർണാണ്ടോ ഒക്കാരി സന്ദേശം നൽകി. പുതിയ വൈദികരുടെ മാതാപിതാക്കളോടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ മക്കളിൽ ദൈവവിളിയുടെ വിത്ത് പാകാൻ ദൈവത്തോടൊപ്പം സഹകരിച്ചതിന് നന്ദി.
la vocazione sacerdotale. പല മാതാപിതാക്കൾക്കും മഹാമാരി മൂലം റോമായിലേക്ക് വന്നെത്താൻ കഴിഞ്ഞിരുന്നില്ല. ക്ലോഡിയോ മിനിക്കാട്ടോ അവരിൽ ഒരാളാണ്. ആ വൈദികന്റെ കുടുംബം ഓൺലൈനിൽ ചടങ്ങ് വീക്ഷിച്ചു. Lamentablemente Italia എന്റെ പിതാവ് പറഞ്ഞു, തീർച്ചയായും ദൈവം ഈ പുരോഹിതന്മാരിൽ നിന്നും വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നിമിഷത്തിൽ ഇത്ര വലിയ കുരിശ് അവൻ അയച്ചത്. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ പട്ടം സ്വീകരിക്കേണ്ടി വന്നതുകൊണ്ട് അവർ വളരണമെന്ന ആവശ്യമുണ്ട്. പാപ്പ അത് പറയുന്നത് കൃത്യമായും ഞങ്ങൾ സന്തോഷവാന്മാരായിരിക്കാനാണ്, ഞങ്ങളുടെ വിശ്വസ്തത ഉറപ്പാക്കാൻ. ഈ 29 വൈദികരും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരവരുടെ നാട്ടിലേക്ക് പുറപ്പെടും, പുതിയ മിഷൻ ആരംഭിക്കാൻ. ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള വൈദികൻ നിങ്ങളുടെ സഹായത്തിനെത്തുന്ന പുതിയ ആപ്പ് വികസിപ്പിച്ചു. പീഡിതരായ ക്രിസ്ത്യാനികൾക്ക്, ദേവാലയങ്ങളിൽ എത്താനാകാത്തവർക്ക് വലിയ കൈത്താങ്ങായി മാറാൻ പോകുന്ന ആമേൻ ആപ്പ്. 24 മണിക്കൂറും വൈദികനെയും ആത്മായരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ ആപ്പ് നിലവിൽ വന്നു. വിരൽത്തുമ്പിൽ വൈദികൻ ലഭ്യമാക്കുന്ന ഇതിന്റെ പേര് ആമേൻ ആപ്പ്. സൗജന്യമായ ലളിതമായ പ്രാദേശിക സ്വഭാവമുള്ള ഈ ആപ്പ് കത്തോലിക്കർക്ക് വൈദികന്റെ ഉപദേശവും സഹായവും ലഭ്യമാക്കും. ആമേൻ ആപ്പിന്റെ സിറോ ദു ആർത്തെ പറയുന്നു, tiene muchos recursos en una ഈ ആപ്പിൽ അന്നത്തെ സുവിശേഷ വായന, പ്രതിദിന വിശുദ്ധൻ, ധ്യാനചിന്തകൾ, നൂറുകണക്കിന് ധ്യാനാത്മക വചനങ്ങൾ, സമീപത്തുള്ള ദേവാലയങ്ങളെ തിരയാനുള്ള ടൂൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വെർച്വൽ ലോകത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ സഹായിക്കുകയാണ് ആമേൻ ആപ്പിന്റെ ഉദ്ദേശം. ഒരു വൈദികനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഭൂഗോളത്തിലെ ഏത് ഭാഗത്തുള്ളവർക്കും ഇത് സഹായകമാകും. de manera muy especial en los പീഡനം അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് ഇത് പ്രത്യേകിച്ചും പ്രയോജനകരമാണ്. അതുപോലെ തന്നെ ചലന പ്രശ്നങ്ങളോ പ്രായാധിക്യമോ സമീപത്ത് ദേവാലയമില്ലാത്തതോ കാരണം പള്ളികളിൽ പോകാൻ കഴിയാത്തവരെക്കുറിച്ചും ഞങ്ങൾ ആലോചിച്ചു. മഹാമാരി കാലത്ത് വീട്ടിൽ കഴിയാൻ നിർബന്ധിതരാകുന്നവരെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വൈദികർ ഇതിൽ സഹകരിക്കുമെന്ന് ഈ ആപ്പ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ അവരുടെ ശുശ്രൂഷ ഭൂമിയുടെ നാനാ കോണിലേക്കും എത്തും. ഇപ്പോൾ ഇംഗ്ലീഷ്, സ്പാനിഷ്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഭാഷകളിലാണ് ആമേൻ ആപ്പ് ലഭ്യമായിട്ടുള്ളത്. ആൻഡ്രോയിഡ്, ഐഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം. മഹാമാരിയുടെ തൊഴിൽ രാഹിത്യം ഒരു കനേഡിയൻ ചിത്രകാരൻ വെല്ലുവിളിയായി ഏറ്റെടുത്തപ്പോൾ ചരിത്രത്തിൽ ഉറങ്ങിക്കിടന്ന 54 റോമൻ ചക്രവർത്തിമാർ ക്യാൻവാസിൽ തെളിഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ കലാനിർമ്മാണത്തിൽ സമന്വയിപ്പിക്കുകയായിരുന്നു ഈ ചിത്രകാരൻ. മഹാമാരിക്കിടെ വീണുകിട്ടിയ അവധിക്കാലത്ത് കനേഡിയൻ ചിത്രകാരൻ ഡാനിയൽ വൊഷാർഡ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചക്രവർത്തിമാരുടെ മുഖം പുനർനിർമ്മിച്ചു. ഇത് വിശുദ്ധ പത്രോസിന്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ച മതപീഡനത്തിന്റെ തുടക്കക്കാരനായ റോമൻ ചക്രവർത്തി നീറോ. ഇത് റോമൻ സാമ്രാജ്യം വിസ്തൃതമാക്കിയ പട്ടാളക്കാരനും ചക്രവർത്തിയുമായ ട്രാജൻ. ഇത് തത്വശാസ്ത്രജ്ഞനായ മാർക്കൂസ് ഒറേലിയൂസ്. ഈ മുഖങ്ങൾ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡാനിയൽ വൊഷാർഡ് പുനർനിർമ്മിക്കുകയായിരുന്നു. So I chose to do this project because in Canada the coronavirus led to കാനഡയിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞപ്പോൾ അടിയന്തര സ്വഭാവമില്ലാത്ത ജോലികൾ ലേ ഓഫ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊരു ആശയം തോന്നിയത്. ഞാൻ സിനിമാ വ്യവസായത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ചിത്രങ്ങൾ നിർമ്മിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ജോലിയില്ല. ഒരുപാട് സമയവും കിട്ടി. ആ ഫ്രീ ടൈമിൽ ഞാൻ കുറച്ച് സോഫ്റ്റ്വെയർ പഠിക്കാൻ തീരുമാനിച്ചു. a lot of free time, and in that free time I decided to learn some software. തന്റെ രചനകൾ ശാസ്ത്രീയം എന്നതിനേക്കാൾ കലാപരമായിരിക്കണമെന്ന് ഡാനിയൽ കരുതുന്നു. ചരിത്രപരമായ കൃത്യതയ്ക്ക് വേണ്ടി നൂറുകണക്കിന് ചരിത്രരേഖകൾ ഡാനിയൽ റെഫർ ചെയ്തു. യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാവുന്ന കൃത്യതയ്ക്കായി മുഖത്തിന്റെയും കണ്ണിന്റെയും നിറം പോലും കൃത്യമായി തയ്യാറാക്കുകയായിരുന്നു. നിരവധി വിദഗ്ധരോട് ഇതിന്റെ കൂടിയാലോചന നടത്തേണ്ടി വന്നു. I got a lot of positive feedback. I'd say most of it was positive, but some of it was negative. എന്നാൽ പോസിറ്റീവും നെഗറ്റീവുമായ മറുപടികളാണ് ലഭിച്ചത്. മിക്കതും പോസിറ്റീവായിരുന്നു. എന്നാൽ ചില നെഗറ്റീവ് അഭിപ്രായങ്ങൾ ശരിക്കും കൃത്യമായിരുന്നു. ചിലർ എന്റെ റെഫറൻസ് കേന്ദ്രങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി. ഓരോ ചക്രവർത്തിയെയും കൂടുതൽ അറിയുന്ന അക്കാഡമിക് പണ്ഡിതന്മാരും ജനങ്ങളുമായും ഞാൻ ബന്ധപ്പെട്ടു. Academics or people who are very familiar with a particular emperor. 27 BC-ക്കും 285 AD-ക്കുമിടയിൽ റോമ സാമ്രാജ്യം ഭരിച്ച 54 ചക്രവർത്തിമാരെയാണ് ഇങ്ങനെ ഡാനിയൽ പുനഃസൃഷ്ടിച്ചത്. ചരിത്രത്തിന്റെ ദിശ മാറ്റിയ അക്കാലത്തെ അതിശക്തരായ മനുഷ്യർ. പാശ്ചാത്യ ലോകത്തിന്റെ ചരിത്രം രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരാണവർ. വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.
വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.